എന്താ എന്താ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട. ഹലോ എന്താ എന്താണ് ചേട്ടാ? ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊറുക്കണേ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇവിടെ ഇട്ട് പോകാൻ പാടുണ്ടോ? ഞങ്ങൾ മുന്നിൽ തന്നെ വരണേ. എടോ, നമ്മളിത് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ചെയ്യുന്നത്. നീ പെറുക്കുന്നതാണ് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ, നമുക്കൊരു സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നീ ഇത് നെട്ടിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട്. അത് ശരി. അപ്പൊ നിങ്ങളെപ്പോലുള്ള മാന്യന്മാരാണ് ഈ ചുരം വൃത്തിയേടാക്കണേ അല്ലേ? ആ, നമ്മള് കുറച്ച് എന്താ എന്താ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട. എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം? അതിക്കാ ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് പൊറുക്കിക്കൊണ്ടിരിക്കുന്നു. ചുരത്തിൽ ഞങ്ങൾ സ്ഥിരം പൊറുക്കണതാണ്. അപ്പൊ ഈ ചങ്ങായി ഞങ്ങളെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടത് ആ ചാക്ക് കൂടെ വലിച്ചെറിഞ്ഞു ഞങ്ങളെ മുന്നിൽ നിന്ന്. അപ്പൊ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞാണ്ട് ചെറിയ ഒന്നും തള്ളുവായതാ. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. റോഡിൽ നിന്ന് തല്ലുപിടി ശരിയല്ലല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. വേസ്റ്റ് ചേർത്ത് കൊണ്ടുവന്നിടാൻ പാടില്ല. ആ അതന്നെ, നമ്മളിപ്പോ ഇത് ഇത്ര കഷ്ടപ്പെട്ട് ഈ ചുരത്തിൽ ഞങ്ങൾ പണിയൊക്കെ ഒഴിവാക്കി വന്ന് പൊറുക്കണേ നിങ്ങൾ കണ്ടാലേ നിങ്ങൾ ഇട്ട് വളരെ മോശം തന്നെയല്ലേ? നിങ്ങളത് ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങളെ ചെറിയതിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞതായി. എന്റെ സുഹൃത്തെ, ഞാൻ അറിയില്ല അത് നിങ്ങൾ സ്ഥിരമായിട്ട് പെറുക്കുന്ന കാര്യമൊന്നും. ഞമ്മക്ക് എന്താ പറയുക സൗകര്യങ്ങളില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും എനിക്ക് ഭാഗത്ത് തെറ്റാണ് പറ്റിയത്. സോറി, നമുക്ക് എന്തായാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബോസേ, നമ്മുടെ നാടുകളിൽ ഹരിതസേന എന്ന് പറയുന്ന ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ പഞ്ചായത്തിന്റെ കീഴിലും അവര് നമ്മുടെ മാസത്തിൽ നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഈ വേസ്റ്റുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ഒരു പരിഹാര മാർഗമായിട്ടാണ് കേരള സർക്കാർ ഹരിതസേനയെ രൂപം കൊടുത്തിട്ടുള്ളത്. ഈ ഹരിതസേനയെല്ലാം നിങ്ങൾ ധിക്കരിച്ചുകൊണ്ടാണ് ഈ മാലിന്യം ഈ ചുരത്തിൽ വലിച്ചെറിയുന്നത്. ഇത് നമ്മുടെ നാടിനാപത്താണ്, നമ്മുടെ പ്രകൃതിക്ക് ആപത്താണ്. എനിക്ക് സംഭവം ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച പരിപാടി ഇതാണ്. പക്ഷെ ഓരിങ്ങനെ ചെയ്യുന്ന പരിപാടി നമുക്ക് അറിയില്ലായിരുന്നു. നിങ്ങളിത് പെറുക്കലും ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനും ഓരോ കൂടെ കൂടുകയാണ്. അപ്പൊ നിങ്ങൾ പൊറുക്കണം. നമ്മള് ഫസ്റ്റത്തെ റൈസായി ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതൊരു നല്ല കാര്യം. നമ്മൾ കൂടാ എന്നാ ഐശ്വര്യായിട്ട് ചാക്ക് പിടിച്ചിട്ടേ ഞങ്ങളോട് പൊറക്കം കൂടിക്കോളി. ഓക്കെ, ഒരാളും കൂടി ആയില്ല അപ്പൊ നിങ്ങൾക്ക്. വളരെ സന്തോഷം. ഇങ്ങനെ തെറ്റുതിരുത്തുന്നവരെയാണ് ഈ നാടിന് ആവശ്യം.